ഓക്കെ, നമുക്കൊരു വാട്ടർ എഫക്റ്റ് ചെയ്യാമേ. വാട്ടർ എഫക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ, ഈ ഒരു ഇമേജിനെ ഇതിലോട്ട് ഇടുക. ഓക്കെ, കണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ലോക്ക് മാറ്റി, അതിനുശേഷം ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് പോയിട്ട് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കുക. എന്നിട്ട് സാച്ചുറേഷൻ കുറച്ചു, കണ്ടോ. അപ്പോൾ എനിക്ക് എന്താണ് പ്യുവർ ആയിട്ടുള്ള വാട്ടറിൻ്റെ ഒരു ഇത് കിട്ടും. എന്തെങ്കിലും ഒരു കളർ അതിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെയാണ് കിടക്കുന്നത്. ചെറിയൊരു കളറുണ്ട്, എനിക്ക് കളറൊന്നും വേണ്ട. വൈറ്റ് 100% വൈറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കും. ഓക്കെ, ഇങ്ങനെയായി. അതിനുശേഷം ഞാൻ ഈ ഒരു ഫയലിനെ തന്നെ ഫയൽ സേവ് ആസ് എ കോപ്പി, ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഏത് ഫയലായിട്ട് സേവ് ചെയ്യുന്നത്? ഫോട്ടോഷോപ്പ് ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ. ഏതാണ്? ഫോട്ടോഷോപ്പ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. നമുക്ക് വാട്ടർ ഇങ്ങനെ സേവ് ചെയ്യാം. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് എന്ത് ഫയലായിട്ട് സേവ് ചെയ്യണം? ഫോട്ടോഷോപ്പ് ഫയലായിട്ട് തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് ഓക്കെ എടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ നിന്നൊരു ടെക്സ്റ്റ് എടുത്തു. ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആണ്. ഞാൻ വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് ക്യാപ്സ് ലോക്കിൽ വാട്ടർ. ഓക്കെ, അതിനുശേഷം നമുക്കിതിനൊന്ന് വലുതാക്കാം. ഓക്കെ, കണ്ടല്ലോ, ഇങ്ങനെ ആക്കി. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടറിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഒരെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിവിടെ ഡിസ്പ്ലേസ് ചെയ്യണം. സോ ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ഡിസ്പ്ലേസ് എഴുതിക്കോ. ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ഡിസ്പ്ലേസ്. ഞാൻ അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചോദിക്കും എന്താണ് ഇതൊന്നുകിൽ റാസ്പറൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. നിങ്ങൾക്ക് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം, നിർബന്ധമില്ല ഇത് തന്നെ കൊടുക്കണമെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ കൊടുത്തതിന് ശേഷം കണ്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ഹൊറിസോണ്ടൽ ഞാൻ 20 ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ 10 കൊടുത്തതേ ഉള്ളൂ. 20 കൊടുത്തു, ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ നേരെ ഫയൽ ബ്രൗസ് ചെയ്യാൻ ചോദിക്കും. കണ്ടോ, ഒന്നുകൂടെ പറയാം. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക? ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് ഡിസ്പ്ലേസ്. അപ്പോൾ എന്ത് ചോദിക്കും? കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ 20 കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അതിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വാട്ടർ ആണെങ്കിൽ ജസ്റ്റ് വാട്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ചെറുതായി ഡിസ്പ്ലേസ് ആയതുണ്ടോ? ഇത് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. കണ്ടോ ഡിസ്പ്ലേസ് ആയതുണ്ടോ ചെറുതായിട്ട്? കണ്ടല്ലോ അതാ, മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. Ctrl+J ഇതിനെടുത്ത് ടോപ്പിലിടുക. എന്നിട്ട് ഇതിനെ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ആക്കാം. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കാണാവോ? എന്തെങ്കിലും കാണാവോ? ഇല്ല. അപ്പോൾ നോർമൽ എടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ക്ലൂഷൻ. ഇപ്പോൾ കാണാവോ? കണ്ടോ? ഓക്കെ, ഇപ്പോൾ ഞാൻ നോർമലിലാണ് ഇരിക്കുന്നത്. നോർമൽ മാറ്റി എന്ത് കൊടുക്കുക? എക്സ്ട്രൂഷൻ. ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വാട്ടർ എന്നുള്ളതിനില്ലേ അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ലൂമിനോസിറ്റിയും കൂടെ കൊടുക്കാം. ഇതാ ഇപ്പം നോർമലായിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, കണ്ടോ വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത് നോർമലായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കളറും കൂടെ ഒന്ന് ടിൻ്റ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കളറ് നമുക്ക് എന്താക്കി കൊടുക്കുന്നു? കണ്ടോ അതാ ലൂമിനോസിറ്റി ആക്കി കൊടുക്കുക. കളറാക്കി ഒന്നും കാണാൻ പറ്റത്തില്ല, വേറെ ഒന്നിലും ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മളെ വാട്ടറിൻ്റെ കളർ കുറച്ചും കൂടെ ഒന്ന് സൂട്ടാകാൻ വേണ്ടിയിട്ട് ലൂമിനോസിറ്റി ആക്കി കൊടുത്തു. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്വീക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ട്വീക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റേ കൂടുതൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര കൊടുത്തതേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആ ഒരു എഴുതിയിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ?